ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. മഹാകവി വള്ളത്തോളിൻ്റെ ദേശഭക്തി ജ്വലിച്ചു നിൽക്കുന്ന ഈ വരികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്ത മലയാളി ഈ കാലഘട്ടത്തിലുണ്ടാകാനിടയില്ല. ആ മഹാകവിയുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം സ്ഥാപിതമായ വള്ളത്തോൾ നഗർ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഷൊർണൂർ പാസഞ്ചറിലുണ്ടായ അനിഷ്ട സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ആ സംഭവത്തോടൊപ്പം ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. സൗമ്യ എന്ന നിഷ്കളങ്കിയായ ഗ്രാമീണ പെൺകുട്ടി പെണ്ണുകാണൽ ചടങ്ങിനായി വീട്ടിലേക്ക് ട്രെയിനിൽ മടങ്ങുമ്പോൾ പിടിച്ചുപറിയും മോഷണവും അനാശാസ്യ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന നീചനായ ഒരു വ്യക്തിയുടെ ആക്രമണത്തിനിരയാവുകയും അതിക്രൂരവും പൈശാചികവുമായ രീതിയിൽ കശാപ്പ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും കൂട്ടുനിന്നത് അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായ റെയിൽവേ ഉദ്യോഗസ്ഥരും എല്ലാറ്റിനോടും ഒരു നിസ്സംഗതാ മനോഭാവം പുലർത്തുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹവുമല്ല. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ്റെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം നൽകാൻ റെയിൽവേ മാനുവൽ പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. പിന്നെന്തുകൊണ്ടാണിത് സംഭവിച്ചത്? ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവസാന ബോഗിയിലുണ്ടായിരുന്ന ഗാർഡിൻ്റെ അപായച്ചങ്ങല വലിച്ചില്ല. ട്രെയിനിൻ്റെയും അതിലെ യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള റെയിൽവേ പോലീസ് എവിടെയായിരുന്നു? ഈ പെൺകുട്ടിയുടെ സഹയാത്രികർ അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുവാൻ ശ്രമിച്ചില്ല? അത് നിങ്ങളുടെ അമ്മ, മകൾ, സഹോദരി, ഭാര്യ, സുഹൃത്ത് എന്നിങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. ഒഴിവാക്കാമായിരുന്നു ഒരു വലിയ ദുരന്തമല്ല നിങ്ങളുടെ നിസ്സംഗത മൂലം, അലംഭാവം മൂലം സംഭവിച്ചു പോയി. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ചമ്പൽ കാടുകളിൽ ഒളിച്ചിരുന്ന് അതിലൂടെ കടന്നു പോകുന്ന റെയിൽവേ യാത്രക്കാരെ കുതിരപ്പുറത്ത് വന്ന് കൊള്ളയടിച്ചിരുന്ന ചമ്പൽ കൊള്ളക്കാരി ഫൂലൻദേവിയെ പോലും നണിപ്പിക്കുമാറ് വളർന്നുപോയ മാഫിയകൾ റെയിൽവേയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. പരാതിയോ അന്വേഷണമോ ആയി സമീപിക്കുന്ന സാധാരണക്കാരനെ അവഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, ട്രെയിനിൽ അനധികൃതമായി കച്ചവടം നടത്തുന്നവർ, ഭിക്ഷാടനം നടത്തുന്നവർ, പിടിച്ചുപറി നടത്തുന്നവർ, മയക്കുമരുന്നുകൾ വിതറി യാത്രക്കാരൻ്റെ പണവും ആഭരണവും മോഷ്ടിക്കുന്നവർ, അന്യനാടുകളിൽ നിന്ന് മനുഷ്യക്കടത്ത് നടത്തുന്നവർ, എന്തിനധികം സ്ത്രീകളുടെ മാനത്തിന് പോലും വില പറയുന്നവർ, അങ്ങനെ നീളുന്നു ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട മാഫിയ പ്രവർത്തനങ്ങൾ. ഇതിനെല്ലാം ഒരു അവസാനമുണ്ടോ? ട്രെയിനിൽ വെച്ചുണ്ടായിട്ടുള്ള മാനക്കേടുകൾ പുറത്തു പറയാൻ കഴിയാതെ പോയ എത്രയോ നിരാലംബർ, നിസ്സഹായർ, അവരുടെയൊക്കെ കണ്ണുനീരിനും അനുഭവങ്ങൾക്കും വല്ല വിലയുമുണ്ടോ ഈ നാട്ടിൽ? സിഗ്നൽ കാത്തിരട്ടിൽ കിടക്കുന്ന ട്രെയിനുകൾ മാഫിയ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നു, അവസരമൊരുക്കുന്നു. വൃത്തികെട്ട റെയിൽവേ സ്റ്റേഷനുകൾ, വിസർജ്യം വിതറിക്കിടക്കുന്ന ട്രാക്കുകളും സ്റ്റേഷനുകളും, അമിതമായ കൂലി ചോദിച്ച് യാത്രക്കാരെ വലയ്ക്കുന്ന പോർട്ടർമാർ, അവർക്ക് കൂട്ടുനിൽക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ, ഇതെല്ലാം എന്ന് അവസാനിക്കും? ഇവർക്കെല്ലാം കടിഞ്ഞാണിടേണ്ട രാഷ്ട്രീയക്കാർ എവിടെയാണ്? അവർ അഴിമതിയുടെയും വ്യഭിചാര കഥകളുടെയും പിന്നാലെയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ മുൻ മന്ത്രിമാർ ജയിലുകളിലെത്തി. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഇനിയും കൂടിയിട്ടേയുള്ളൂ. ജനങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസമുണ്ടായിരുന്നത് ജുഡീഷ്യറിയിലാണ്. അവിടെ നിന്നും മലീമസമായ കഥകൾ നാം കേട്ടു തുടങ്ങി. ഇനിയും ബാക്കിയുള്ളത് സാംസ്കാരിക നായകരാണ്. പക്ഷേ ഈ സംഭവത്തെപ്പറ്റി അവർ നിശബ്ദരാണ്. നിങ്ങൾക്കെങ്കിലും മാനിഷാദ എന്ന് പറയാമായിരുന്നില്ലേ? ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ടുണീഷ്യയിലും ഈജിപ്തിലും പിന്നെ ബഹ്റിൻ, യമൻ, അൾജീരിയ, ഇറാൻ, മൊറോക്കോ എന്നിവിടങ്ങളിലെ പോലെ ജനങ്ങൾ തെരുവിലിറങ്ങും.
അരുന്ധതി റായ് പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു ആഭ്യന്തര കലാപത്തിൽ എത്തിപ്പെടുകയും ചെയ്യും. ചിന്തിക്കുക, ഇത്രയും അക്രമവും അഴിമതിയും അനാസ്ഥയും നടമാടുന്ന നമ്മുടെ നാടിന് ചേർന്നതാണോ ഗോഡ്സ് ഓൺ കൺട്രി എന്ന വിശേഷണം? ഞാനങ്ങനെ കരുതുന്നില്ല. മഹാകവി, എന്നോട് പൊറുക്കണം. ഭാരതമെന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകുന്നില്ല എന്നന്തരംഗം. കേരളമെന്ന് കേട്ടാലോ എൻ്റെ ചോര തണുത്തുറഞ്ഞു പോകുന്നു. ജയ് ഹിന്ദ്.